ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. ഇന്ന് കൊച്ചൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൂരെ എങ്ങോട്ടെങ്കിലും ആണെന്ന്. ഒരിക്കലുമല്ല. ഞങ്ങളുടെ വീടിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ വളരെ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ പാർക്കിനെ കുറിച്ചിട്ടും ഒക്കെ പറയാം. അതിന് കൂട്ടത്തിൽ നമ്മുടെ ഈ ഫാമിലി ഒത്തിട്ടുള്ള കൊച്ചു ട്രിപ്പുകൾ, കൊച്ചു യാത്രകൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം എവിടെയാണെന്ന് പറയാം. ഇത് നമ്മുടെ പത്തനംതിട്ടയുള്ള കുളനടയുള്ള ആരോഗ്യ നികേതൻ പാർക്കാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള പാർക്കുകൾ പോലെ എന്താ പറയുക, വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം വെച്ച്, റൈഡുകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പാർക്കേ അല്ല ഇത്. വളരെ നാച്ചുറലി ബ്യൂട്ടിഫുള്ളായ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്കാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. അവരുടെ ഇൻറ്റൻഷൻ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ഇവിടെ എൻട്രി ഫീ വരുന്നത് ആക്ച്വലി നമുക്ക് 40 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 40 രൂപയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അത് എനിക്കൊരു നഷ്ടമായിട്ട് തോന്നി. കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയൊരു പാർക്കിനെ പറ്റിയിട്ട് ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയില്ലായിരുന്നു. ഇത്രയും വിശാലമായ ഇത്രയും നല്ലൊരു പാർക്ക് ഇവിടെ അടുത്തുണ്ടെന്നുള്ളത് ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഇവിടെ മുമ്പ് പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു തോട്ട്സ് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ട്രാവലിംഗ് പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തുള്ള, ഞാൻ പറയുന്നത് ഒരിക്കലും വലിയ ഇൻ്റർനാഷണൽ ട്രിപ്സോ ഒന്നുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, ഒരു ചായ ഒന്നിച്ച് കുടിക്കുക, എന്നിട്ട് തിരിച്ചു പോരുക. ആ ഒരു സന്തോഷം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ അത്രയും മൈൻഡ്ഫുൾ ആയിരിക്കുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു. ആ പ്രസൻറ്റിൽ ജീവിക്കുന്നത് അപ്പോഴാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പല തോട്ട്സ് നമ്മളിൽ പോവും, നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ഇത് നമ്മൾ എവിടെയും പോകുന്ന സമയത്ത് പുതിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ അതെന്തായാലും ഈ ട്രിപ്പ് കൊണ്ടും സാധിച്ചു. പിന്നെ അത് കൂടാതെ എനിക്ക് ഈ ട്രാവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് പറയേണ്ട കാര്യം, എങ്ങനെയാണ് ഒരു ട്രാവൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം സ്ട്രെസ് റിഡക്ഷനാണ്. നിങ്ങൾക്ക് ഡെയിലി റുട്ടീനിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുമ്പം അത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ആവും. കാരണം പുതിയ എൻവയോൺമെൻറ്റും ഒക്കെ കിട്ടുമ്പോൾ തന്നെ, ആ എക്സ്പോഷർ വരുമ്പോൾ തന്നെ നമുക്കൊരു ഡോപ്പമൈൻ റൈസ് ഉണ്ടാവും. പിന്നെ എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ പുതിയ കൾച്ചറും പുതിയ പേഴ്സ്പെക്റ്റീവ്സിലൊക്കെ നമ്മൾ ചിന്തിക്കാനും കാണാനും തുടങ്ങും. പിന്നെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇൻക്രീസ്ഡ് ആവും. പിന്നെ നമ്മുടെ റിസ്ക്, അതായത് ഡിപ്രഷനിലുള്ള റിസ്ക് വളരെയധികം കുറയും. കാരണം നമ്മൾ പുതിയ അഡ്വഞ്ചേഴ്സും എക്സ്പീരിയൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, നമ്മുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആവും. അതുകൂടാണ്ട് ഫാമിലി ബോണ്ടിങ്. എനിക്ക് തോന്നാറുണ്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് എത്ര ഒറ്റയ്ക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞാലും ഒന്നുകിൽ നമ്മൾ ഫോണിലോ ടി വിയോ ഒക്കെ കണ്ട് സമയം കളയാണ്. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൊച്ചു ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ വളരെ പ്രസൻറ്റായി നമ്മൾ സംസാരിക്കാനും പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഓപ്പൺ ആയിരുന്നൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടെ നമുക്ക് കിട്ടുകയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ട്രാവലിലൂടെ കിട്ടാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.